ശ്രീ രാജു പിനാർ. പക്ഷെ അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾക്ക് പഥ്യമാണ്. നിങ്ങൾക്ക് SDP-യുടെ വോട്ട് പാലക്കാട് പഥ്യമായിരുന്നു. അന്നൊന്നും മിണ്ടിയില്ല, പറഞ്ഞില്ല. അല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ പാർട്ടിക്കകത്ത് എന്തെങ്കിലും വിലയുണ്ടോ? ഇവിടെ മറ്റേ PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ട് വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഞാൻ പറയട്ടെ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം, കാരണം കുറേ നമ്മളിത് സംസാരിച്ചു. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ പോട്ടെ. ചൂരൽമലയെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? ഞങ്ങൾ എത്ര പിരിച്ചു എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഞങ്ങൾ പിരിച്ച പൈസയ്ക്ക് അവിടെ 3.28 ഏക്കർ സ്ഥലം മേടിച്ച് അത് രജിസ്റ്റർ ചെയ്തു. 2.17 ഏക്കറിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഹൗസിംഗ് പെർമിറ്റ്, ഈ ഇതിനുള്ള മോഡൽ ഹൗസിനുള്ള ഹൗസിംഗ് പെർമിറ്റ് അപ്രൂവ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും പണി ചെയ്തു. എനിക്ക് അക്കാഡമിക് മേപ്പാടി പഞ്ചായത്തിൽ ഒരു അപേക്ഷയും കൊടുത്തിട്ടില്ല. ആ അപ്രൂവ് ചെയ്തതിന്റെ ഒരു എന്തെങ്കിലും ഒരു രേഖ കാണിക്കാമോ? ഈ ഹൗസിംഗ് പ്രോജക്ടിന്റെ കാര്യമല്ല അഡ്വക്കേറ്റ് കെ സരൺകുമാർ പറയുന്നത്, ഒരു മോഡൽ ഹൗസിന്റെ ഒരൊറ്റ വീടിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് അതിനുശേഷമാണല്ലോ പെർമിറ്റ് ഓർഡർ 1770389177334 പെർമിറ്റ് ഓർഡർ, മേപ്പാടി പഞ്ചായത്തിന്റെ പെർമിറ്റ് ഓർഡർ വേണോ മോഡൽ ഹൗസിന് വേണ്ടിയിട്ടുള്ളത് ഇല്ലേ? ആദ്യത്തെ ഒരു വീട് പണിതിട്ടതിന് ശേഷം CPM എവിടെയാണ് രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്ന കണക്കിൽ പോലും കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പറയാവോ? CPM എത്ര രൂപ പിരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പറയാവോ? അത് മനസ്സിലായല്ലോ ശ്രീ രാജു പിനാർ. CPM തീരുമാനിച്ചത് കേരളത്തിന്റെ CPM കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വീട്ടിലും ചെന്ന് കേക്കൂ CPM കേരളത്തിലെ മുഴുവൻ വീടുകളിലും ചെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്ത് ആ ദുരന്തത്തിന്റെ ഏറ്റവും വിഷമിക്കുന്ന ആ ഘട്ടം വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാനാണ് പറഞ്ഞത്. DYFI കൂലിപ്പണിയെടുത്ത് ബിരിയാണി ചലഞ്ച് നടത്തി തടിച്ചു വന്ന് 20.5 കോടി രൂപ 20.5 കോടി രൂപ DYFI മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ശരിയാണല്ലോ. CPMന്റെ ഇപ്പോഴത്തെ വെബ്സൈറ്റിൽ കിടക്കുന്ന, ഇനി ഇപ്പോൾ നികേഷ് കുമാർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലാത്ത ഒരു റിലീസിനെ കുറിച്ച് പറയാം. August 1, 2024 വയനാട് ട്രാജഡി എക്സ്പ്രസിംഗ് സോളിഡാരിറ്റി ബൈ ഡൊണേറ്റിംഗ് ജനറസ്ലി. ആദ്യം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. എ സ്പെഷ്യൽ ഫണ്ട്, the Wayanad Relief Fund is being set up by the CPM Central Committee Office, AK Gopalan Bhavan, New Delhi, 110. Central Committee appeals all to generously donate to this fund. Bank details, account name Communist Party of India, Marxist. Account number 076210004328853. Bank Punjab and Singh Bank. ബ്രാഞ്ച് ഭായ് വീർ സിംഗ് സാഹിത്യ സദൻ, ന്യൂഡൽഹി. ഈ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു അരുൺകുമാറെ? നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടാണ്, ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടാണ്. എത്ര രൂപ വന്നു അരുൺകുമാർ പറ, എത്ര രൂപ വന്നു? നിങ്ങള് ഈ കനകോലുവിന്റെ തിയറിയും വെച്ചോണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നോക്കി എന്തൊക്കെയോ വായിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ MLA-മാർ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ, ഞങ്ങളുടെ ജനപ്രതിനിധികൾ, ഞങ്ങളുടെ MLA-മാർ, ഞങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവരും അവർക്ക് കഴിയുന്ന വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. താങ്കളുടെ MP, വയനാട്ടിലെ MP, ഒരു മിനിറ്റ് എനിക്ക് സ്ക്രീനിലൊന്ന് കാണിക്കൂ. താങ്കൾ കേൾക്കൂ, എന്തിനാ എത്ര ബുദ്ധിമുട്ട്? ഞങ്ങളുടെ ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും MLA-മാരും അടക്കം കൃത്യമായി. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് കെ സരൺകുമാർ,
CPM എത്ര പണം പിരിച്ചു എന്ന് രാജു പിനാർ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. CPM അങ്ങനെ ഒരു ഫണ്ടിനെ കുറിച്ച് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനല്ലേ CPM ആഹ്വാനം ചെയ്തത് എന്ന് അങ്ങ് പറഞ്ഞതായിരുന്നു എന്റെയും വിവരം. അങ്ങ് ഇപ്പൊ പറയുന്നല്ല നേരത്തെ. പക്ഷെ അദ്ദേഹം നിങ്ങളുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഡൽഹിയിലെ AKG സെന്ററുമായി ബന്ധപ്പെട്ട ഒരു അഡ്രസ്സും അതിലേക്ക് പണം സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിങ്ങൾ കൊടുത്ത റിലീസും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ അദ്ദേഹത്തിന്റെ ആ മൊബൈൽ സ്ക്രീൻ സൂം ചെയ്യുന്നുണ്ട്. അതിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ കാണുന്നത് എന്നത് എനിക്ക് കാണുന്നുണ്ട്. അപ്പോ ഇത് ഒരു വ്യാജരേഖയാണെന്നാണോ? ഇങ്ങനെ ഒരു അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പണം പിരിച്ചിട്ടുണ്ടോ? അതിൽ എത്ര പൈസ ഉണ്ടായിരുന്നു? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരു രൂപത്തിലും ഡയറക്റ്റ് ആയിട്ട് പണം പിരിച്ചിട്ടില്ല. ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റിയോ ഏതെങ്കിലും മറ്റ് MLA-മാർ മറ്റ് MP-മാർ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതാത് സമയത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. ഒരു തരത്തിൽ പോലും അത് കൈമാറാതിരുന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം മൊബൈലിൽ കാണുന്ന രേഖ എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ ആ രേഖ കണ്ടിട്ടില്ല. ഏതായാലും അത് വെരിഫൈ ചെയ്യാം. ഒരു തരത്തിലല്ല. അല്ല, ഇവിടെ അരമിനിറ്റ് കൊണ്ട് 330 വീട് നിർമ്മിച്ചവരല്ലേ? ഞാൻ ആ രേഖ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്കതൊന്ന് ഫോർവേഡ് ചെയ്ത് തരും. ഞാനത് വായിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതെല്ലാം തിരിഞ്ഞു പോകുന്ന സാഹചര്യം വരും. മാധു വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സ്ക്രീനിൽ ഒരു രേഖ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ കാണിച്ചിട്ട് ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. ഞാനത് പരിശോധിച്ചിട്ട് പറയാം. ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലേ ഉള്ളൂ. പ്രേക്ഷകർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് അതിന്റെ ലാഗ് പരിഗണിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് അഡ്വക്കേറ്റ് അരുൺകുമാറിന് അയച്ചു തരാം. അപ്പോൾ പിന്നെ അങ്ങേക്ക് അത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യാമല്ലോ. ഞാൻ അങ്ങേക്ക് അത് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ ലിങ്ക് തന്നെ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വയനാട് ട്രാജഡി എന്നുള്ളതാണ് അതിന്റെ ഹെഡിംഗ് എന്ന് പറയുന്നത്. August 1, 2024 പോളിറ്റ് ബ്യൂറോ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്: വയനാട് ട്രാജഡി എക്സ്പ്രസ് solidarity by donating generously. The devastating landslide disaster in Wayanad has claimed almost 300 lives, injured hundreds, and led to a huge loss in property. The LDF government in Kerala is striving its utmost to rush relief and help in rehabilitation of families. The CPM and mass organizations in Kerala are also involved in relief work. A special fund, the Wayanad Relief Fund, a special fund and the header on Wayanad Relief Fund is being set up at the CPM Central Committee Office, AK Gopalan Bhavan, 2729 Bhaivir Singh Marg, New Delhi. Address കൊടുക്കുന്നു. Bank details of for sending money to Wayanad Relief Fund and account number കൊടുക്കുന്നു. ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും CPM-ന്റെ സൈറ്റിൽ കിടക്കുന്നതാണ്. അങ്ങേക്ക് ഇത് വെരിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ പറയൂ. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ എത്ര രൂപ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വെരിഫൈ ചെയ്യട്ടെ. CPM പറയാൻ കഴിയില്ല. തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ അദ്ദേഹത്തെ അനുവദിക്കരുത്. അദ്ദേഹത്തിന് നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് തോന്നിവാസം പറയാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള അതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ കോൺഗ്രസിന്റെ ഓഫീസിൽ ചെന്ന് പറയാം. അതൊക്കെ കോൺഗ്രസിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ മതി. ആരോപണങ്ങൾ വന്നതിന്റെ മൊമെന്റിലല്ല എം സ്വരാജ് വാക്ക് ഉപയോഗിച്ചത്. മാസങ്ങൾ നീണ്ട 1.5 വർഷത്തിന് ശേഷമാണ് ഉപയോഗിച്ചത്. അങ്ങിപ്പോ ശരിയാണ് അങ്ങ് പറഞ്ഞ കാര്യം. ഞാൻ അത് ആ വാദത്തിനെടുത്തു. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ അത് വാദത്തിനെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു മൊമെന്റ് അവർക്ക് കൊടുക്കണം.
മാധു CPM ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന രേഖ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസ്കാരമാണ്. പരാമർശങ്ങൾ ഒരു പൊതുവേദി ഉപയോഗിക്കരുത്. ഒരു രേഖ കിട്ടിയാൽ അത് പരിശോധിക്കാനുള്ള ഒരു മിനിറ്റ് തരൂ. അഡ്വക്കേറ്റ് ദയവ് ചെയ്ത് ശ്രീ രാജു പിന്നാർ സംസാരിക്കരുതേ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ ഹോമിൽ പോകുമ്പോൾ ഇതാണ് അതിന്റെ സ്ക്രീൻ. ഒന്ന് ക്യാമറ ഒന്ന് സൂം ചെയ്യൂ. ഇതാണ് അതിന്റെ സ്ക്രീൻ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഈസ് കമ്മിറ്റഡ് ടു റൈറ്റ് ടു വർക്ക് ടു ഫ്രീഡം ഫ്രം ഹങ്കർ എന്ന് നിങ്ങളുടെ തലവാചകങ്ങൾ എഴുതിയ, നിങ്ങളുടെ ആപ്തവാക്യങ്ങൾ എഴുതിയ ഈ സ്ക്രീൻ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ എന്ന് ഞാൻ അയച്ച ലിങ്കിൽ നിന്ന് അങ്ങേക്കത് ബോധ്യപ്പെടാം. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അങ്ങത് ബോധ്യപ്പെടൂ. അങ്ങേക്കറിയാമല്ലോ. ഇപ്പൊ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അറിയില്ല, ശ്രീ രാജു പിന്നാർക്ക് അറിയില്ല. ഞങ്ങൾ കാത്തിരിക്കാം. അങ്ങത് വെരിഫൈ ചെയ്യൂ. അങ്ങേക്കറിയാമല്ലോ. അങ്ങ് പാർട്ടി ക്ലാസ്സിൽ കുറച്ച് ഇരുന്നിട്ടുണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞേ? അല്ല മാധു, ഒറ്റ മിനിറ്റ്. മാധു എനിക്ക് അയച്ച ലിങ്ക് ഓപ്പൺ ആകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പൺ ആക്കി അത് വെരിഫൈ ചെയ്യണം. ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് പരിശോധിക്കണ്ടേ? ഇത്തരത്തിൽ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഒരു രേഖ അയച്ചിട്ട് ഇത് പരിശോധിച്ച് ഇപ്പോൾ തന്നെ പറയാം. നമുക്കിരിക്കാം. ഒരു കുഴപ്പമില്ല, ഒരു സംശയമില്ല. ശ്രീ രാജു പിന്നാർ ഓപ്പൺ ചെയ്ത് വായിച്ച ലിങ്ക് എനിക്ക് അയച്ചു. എനിക്ക് ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങേക്ക് അതിനുള്ള സംവിധാനമില്ലേ? ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ആ സംവിധാനം ഇല്ല. ശരി, ഞങ്ങളുടെ ക്യാമറയിലേക്ക് വെക്കൂ. എന്നിട്ട് ലിങ്ക് ഒന്ന് പ്രസ് ചെയ്യൂ. എനിക്ക് മനസ്സിലായില്ല. അയക്കുന്നു. ഇത് പരിശോധിച്ച് നോക്കാനുള്ള ഒരു അവസരം നമുക്ക് വേണം. അല്ലാതെ ഇപ്പോൾ തന്നെ നോക്കി നിങ്ങൾ അത് പറയൂ. ജനാധിപത്യ മര്യാദ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുകയുമാണ്. ശ്രീ രാജു പിന്നാർ അങ്ങ് ഒരു വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദ എന്ന നിലയ്ക്ക് അവർക്ക് സമയം കൊടുക്കണം. അങ്ങ് ഉപയോഗിച്ച നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. സൈറ്റ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാനും കഴിയുന്നുണ്ട്. ഇതാണ് അതിന്റെ ഹോമിൽ പോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സൈറ്റാണ് അവിടെ ലഭ്യമാവുകയും ചെയ്യുന്നത്. വലിയ ആരോപണമാണ്. അക്കൗണ്ട് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്, അഡ്രസ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ CPM കുറച്ച് സമയം അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ മര്യാദയാണ് എന്നിരിക്കെ ഇത് വിസ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ്. സ്വാഭാവികമായും ഇന്നൊന്നും ചർച്ചയിലൊന്നും വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. വലിയ വാർത്തയാണത്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഗൗരവം ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇത് തുടർ ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യും. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കണക്കും ഒരു കാര്യവും പറഞ്ഞില്ല. ഈ ചർച്ചയിൽ തന്നെ രാജു പി നായർ CPM എത്ര വീട് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ ഏറ്റവും ആക്റ്റീവായ രാഷ്ട്രീയ പ്രവർത്തകനായ അരുൺകുമാറിന് തന്നെ പറയാനുണ്ടായിരുന്ന CPM ആ തരത്തിൽ ഫണ്ട് പിരിച്ചിട്ടില്ല. CPM മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. അദ്ദേഹത്തിനും അതിന്റെ പാർട്ടിക്കും അതിന്റെ സമയം കൊടുക്കേണ്ടതുണ്ട്. അത് വെരിഫൈ ചെയ്ത് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് മാധു സജി.